പൗലോസ് ഇങ്ങനെ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും കാഠിന്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. റോമ 1:18 വാക്യങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് എടുക്കണമെന്നില്ല, എല്ലാം കൂടെ എടുക്കാൻ സമയമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 24-28 വാക്യങ്ങളിൽ 2 വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവം അവരെ ഒരു പാപത്തിന് വിട്ടുകൊടുത്തു. റോമ 1:24-28 പിന്നീട് വായിച്ചാൽ മതി. ദൈവം അവരെ വിട്ടുകൊടുത്തു, കൈവിട്ട് കളഞ്ഞു. അത്രയും നേരം കർത്താവ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറവുകളുണ്ടായി, പാപങ്ങളുണ്ടായി, തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തു, ചെറിയ കുഴികളിലൊക്കെ വീണുപോയി. ആ കുഴിയിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ പിടിച്ചെടുത്തു. ഒരുപാട് കുമ്പസാരങ്ങൾ, ധ്യാനങ്ങൾ, വചന ശുശ്രൂഷകളിലൂടെയൊക്കെ നമുക്ക് ബോധ്യങ്ങൾ കിട്ടി. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ആ പാപത്തിൻ്റെ പിടിയിലേക്ക് പൊക്കോണ്ടിരുന്നാൽ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പൗലോസ് പറയാണ്, കർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല, കാരുണ്യം മാത്രമല്ല, കാഠിന്യമുണ്ട്. കർത്താവ് കൈവിട്ട് കളയും. കർത്താവ് കൈവിട്ടാൽ നമ്മൾ ഏറ്റവും ബലഹീനരായി പോകും. പിടിയിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും ശക്തി പ്രാപിക്കുന്നതെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പാപമായിരിക്കരുത് നിന്റെ ബലഹീനത. ആ പാപം നിന്നെ ശക്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു കയറി ചെന്നാലേ, കർത്താവിൻ്റെ കൈ പിടിച്ചാൽ മാത്രമേ വീണ്ടും ശക്തി പ്രാപിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ വീക്ക്നെസ്, ഏറ്റവും വലിയ ബലഹീനത, ഏറ്റവും വലിയ പാപം, ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടുത്തും, നമ്മളെ തളർത്തിക്കളയും. ഈ ഓട്ടം പൂർത്തിയാക്കാൻ പറ്റില്ല. നിത്യജീവൻ്റെ നീതിയുടെ കിരീടം നിനക്ക് കിട്ടാതെയും പോകും.